പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും പ്രതിസന്ധികളും എല്ലാം എടുത്തു മാറ്റണമേ. കൃപാസന മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ കൃപയുടെ സിംഹാസനത്തിന് മുൻപിൽ ഞാൻ ഏറ്റവും എളിമയോടെ നിൽക്കുന്നു. അങ്ങേ മകനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ ധീരമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങേ സമാധാനത്തെ വെല്ലുവിളിക്കുന്ന തിന്മയുടെ ശക്തിക്കെതിരെ അങ്ങ് വരയണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും സംരക്ഷിക്കുവാൻ ഈ സമയം കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ സമയം ഞങ്ങളുടെ മേൽ കടന്നു വരയണമേ. ഞങ്ങൾ നിരുത്സാഹപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.